അമലോത്ഭവകന്യേ അഭയവും നീയേ വിമലാംബികേ. ആദരവോടെ തിരുമുൻപിലണയുന്നു വരമാരി ചൊരിയൂ സുരനായികേ. വരമാരി ചൊരിയൂ സുരനായികേ. ആശ്രയം നീയേ അമലോത്ഭവകന്യേ അഭയവും നീയേ വിമലാംബികേ. ആദരവോടെ തിരുമുൻപിലണയുന്നു വരമാരി ചൊരിയൂ സുരനായികേ. വരമാരി ചൊരിയൂ സുരനായികേ. ആവേ മരിയ ആവേ മരിയ ആവേ 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 മരിയ ആവേ മരിയ ആവേ മരിയ ആവേ 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 മരിയ. സ്നേഹമയ്യാമൊരമ്മ തൻ കുഞ്ഞിനെ മാറോടു ചേർത്തു പുണരും പോലെ സ്നേഹമയ്യാമൊരമ്മ തൻ കുഞ്ഞിനെ മാറോടു ചേർത്തു പുണരും പോലെ നിന്ദയാവായ്പിൻ്റെ അനുഗ്രഹസ്പർശനം അറിയുന്നു പാടുന്നു നിൻ സ്തുതികൾ. നിന്ദയാവായ്പിൻ്റെ അനുഗ്രഹസ്പർശനം അറിയുന്നു പാടുന്നു നിൻ സ്തുതികൾ. ആശ്രയം നീയേ അമലോത്ഭവകന്യേ അഭയവും നീയേ വിമലാംബികേ. ആദരവോടെ തിരുമുൻപിലണയുന്നു വരമാരി ചൊരിയൂ സുരനായികേ. വരമാരി ചൊരിയൂ സുരനായികേ. ആവേ മരിയ ആവേ മരിയ ആവേ 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 മരിയ ആവേ മരിയ ആവേ മരിയ ആവേ 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 മരിയ. കാരുണ്യമയ്യാമിയമ്മ തൻ മക്കളെ കരുതുന്നു കണ്ണിലെ കൃഷ്ണമണി പോ. കാരുണ്യമയ്യാമിയമ്മ തൻ മക്കളെ കരുതുന്നു കണ്ണിലെ കൃഷ്ണമണി പോൽ. നിൻ സ്നേഹദർശനം എന്നുമെന്നാത്മാവിൽ പകരുന്നു നിർവൃതി മരിയാംബികേ. നിൻ സ്നേഹദർശനം എന്നുമെന്നാത്മാവിൽ പകരുന്നു നിർവൃതി മരിയാംബികേ. ആശ്രയം നീയേ അമലോത്ഭവകന്യേ അഭയവും നീയേ വിമലാംബികേ. ആദരവോടെ തിരുമുൻപിലണയുന്നു വരമാരി ചൊരിയൂ സുരനായികേ. വരമാരി ചൊരിയൂ സുരനായികേ. ആവേ മരിയ ആവേ മരിയ ആവേ 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 മരിയ ആവേ മരിയ ആവേ മരിയ
നിത്യശോഭതൻ കാന്തിയിൽ മുങ്ങി ആത്മാവിലാശ്വാസ നിർവൃതി വിതറി തേജസ്വരൂപിയായി വിളങ്ങിടുന്നു. സ്വർഗീയ റാണി നിൻ പാദപത്മം താണുവണങ്ങുന്നു മക്കൾവർ. സ്വർഗീയ റാണി നിൻ പാദപത്മം താണുവണങ്ങുന്നു മക്കൾവർ. അമ്മേ അമലോത്ഭവ കന്യേ, കൈവിടില്ലൊരു നാളും ആർത്തികളെ അമ്മ തള്ളുകില്ല ആശ്രിത വത്സലരേ. കൈവിടില്ലൊരു നാളും ആർത്തികളെ അമ്മ തള്ളുകില്ല ആശ്രിത വത്സലരേ. അഴലുകൾ നീക്കി എന്നാത്മാവിൻ കുമ്പിളിൽ ആനന്ദതീർത്ഥം നിറച്ചിടുന്നു. ജഗദംബികേ നിൻ ചാരി ഞങ്ങൾ ഒരു മോദമണിചേർന്നു നിന്നിടുന്നു. ജഗദംബികേ നിൻ ചാരി ഞങ്ങൾ ഒരു മോദമണിചേർന്നു നിന്നിടുന്നു. അമ്മേ അമലോത്ഭവ കന്യേ, നീയല്ലാതാരുമില്ല ആശ്രയം. നിന്നാമ പുണ്യാക്ഷരമന്ത്രണം എന്നെന്നും ഞങ്ങൾക്ക് ശുഭകാരണം. കരളിനു കുളിരേകും പൂങ്കിരണം. അമ്മേ അമലോത്ഭവ കന്യേ. അമലോത്ഭവേ കന്യാംബികേ, ജപമാലയാം പ്രാർത്ഥനാ മലർമാല്യമേകിടാം. അമലോത്ഭവേ കന്യാംബികേ, ജപമാലയാം പ്രാർത്ഥനാ മലർമാല്യമേകിടാം. ദൈവസുതനാമീശോതൻ ജീവചരിത്രം പൂർണ്ണമായി. ദൈവസുതനാമീശോതൻ ജീവചരിത്രം പൂർണ്ണമായി നിന്നോടൊപ്പം ധ്യാനിക്കാൻ മനസ്സിനുണർവേകൂ. നിന്നോടൊപ്പം ധ്യാനിക്കാൻ മനസ്സിനുണർവേകൂ. അമലോത്ഭവേ
If you're a business owner, then animated explainer videos are the best way to capture attention, get more followers, and drive more sales. Welcome back everyone, Tony here. And today I'm going to be doing a slightly unusual video for my channel. Today I'm going to be going into taking a look at some software. So here's what I have for us today. So most people know the software OBS. You all know it can probably stream to YouTube, Facebook Live, whatever, and you can also record locally. Now, I was trying to do something the other day. I was trying to stream the screen from this computer onto a second computer that I have connected to a TV wirelessly, because I don't have a long enough cable or a splitter or anything. So I don't have Miracast or anything, and that computer is definitely not fast enough to do any decoding. It's like a Pentium single core 1 gig RAM machine. So I realized, but though it can actually play some streams. So what I had done up to now was I was just using VLC to stream the local screen to the other computer over HTTP and playing it back. Now there's a couple problems with that. The quality sucks. VLC will capture, when you go to a screen, it'll capture both of the screens. So the bitrate's not enough, and if I increase the bitrate, the computer's not fast enough to decode it. But I found a solution to my problem. So I was trying to see if I could get OBS to stream locally to another computer. Ends up this is actually possible. So using a UDP stream, I can actually send what I want from this computer to the other computer. I know it's not a very conventional use case, but hear me out on this. This actually has some practical applications. Say for example, you're running a computer with not much internet. To get started, you want to hop on over to Settings, and you want to switch over to the Output tab. So by default, you have this assortment of functions. So you have streaming and recording, and you don't have any options. You have NVENC and X264, and obviously this is not going to work for our purpose. So first of all, what you want to do is you want to switch the simple output mode to advanced. Now you will see that this opens up quite a few more options. Now you have rate control and a bunch of stuff. You can switch between X264 and NVENC, but we still can't get this to stream to our computer. So what we want to do is we want to switch to the recording tab, and you'll see by default, again, this is very simplified, but you can actually switch this type from standard to custom output FFmpeg. And what this does, as you can see, is you get this huge functionality of features that you could use. So by default, I usually have this set like this. This is what I would use for video encoding, right, or recording. I tend to use libx264 because it's fast enough for my computer, unlike, well, many other codecs. So libx264 and Vorbis for audio, because I don't know, it's better than MP3. And I just usually record in an MKV file just because they're practical. If the file breaks, I can still play it from halfway and such. They don't need to be recorded the full length in the same way MP4 does. So this is great for recording locally, but we don't want to record locally. So what you can do is you can switch the FFmpeg output type over here to output to URL. Now, this gives you now have the URL option here. So this means that I can actually just go UDP:// and I can type in an IP address. So say I wanted to stream to 192.168.0.100, I would just do that here, and I need a port, so like something like 8081 or 8080, whatever you want. So that works great. Now, for the purpose of this demonstration, I'm going to stream this locally inside this computer, and we'll see why. So I'm going to go 127.0.0.1. This is just a simple loopback. It just means it resolves back to your computer's IP. And I'm going to go :8081. You can use any port as long as it's opened by your firewall, so traffic can actually go through and it's not used by another application. So I'm not going to use port 80 or 22 because that's running SSH. But 8081 is usually unused by most
other services. 8080 is often used by some local web server. So, and I can't stream just a regular Matroska container because it's not the streamable format. So I can actually switch this over to MPEG TS, because TS files, on the other hand, are streamable over the internet, and a bunch of video sites would actually use them. So we want to upload to MPEG TS, which is an MPEG-2 transport stream. So what you want by default, the video encoder is MPEG to video, and the audio encoder is MP2. Don't use these. Even though they're the defaults, and if you uncheck this, OBS won't give you any other option. If you actually say show all codecs, and from this list you can actually choose libx264, which is my recommendation here, because it's a very fast encoder. Unlike libvpx or libx265, x264 can run above real time, so you can actually do the encoding while live. So I'm going to use that. You don't need to